വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് അരുവിക്കരയിലാണ്. അതിപ്പോൾ ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായി കാണും. ആൻഡ് ഈ ഒരു സ്ഥലം അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഏസ്തറ്റിക്കായിട്ടുള്ള കുറച്ച് പിക്സ് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതിന് താഴെ ഒരു കുഞ്ഞ് ചെക്ക് ഡാമുണ്ട്, അങ്ങോട്ട് പോകാനായിട്ടാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് കോൺക്രീറ്റ് വഴി കാണാം. അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഇതെന്തിനാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് പണ്ട് ഈ ബാഹുബലി അങ്ങനെ എന്തോ ചടങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പം കറൻറ്റ്ലി യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ നിന്നുള്ള ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മഴ പെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കയറി നിൽക്കാനായിട്ട് പറ്റും. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റിലോട്ടും പോകാൻ പറ്റും, റൈറ്റിലോട്ടും പോകാൻ പറ്റും. നമ്മൾ ആദ്യം റൈറ്റിലോട്ടാണ് പോകാൻ പോണത്. നമ്മൾ റൈറ്റിലോട്ട് വന്നു കഴിയുമ്പം ഇങ്ങനെ ഒരു ചെക്ക് ഡാമിലാണ് വന്നെത്തുക. പണ്ട് കുഞ്ഞിലെ ഏതൊക്കെയോ സിനിമ കണ്ട സമയത്ത് അതിനകത്ത് 1-2 സിനിമയിലൊക്കെ ഇങ്ങനെ ഏതോ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അന്ന് എനിക്ക് തോന്നിയൊരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും വലുതായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ ഒരു സ്ഥലത്ത് പോകണം. പക്ഷേ ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടില്ല. ഇടയ്ക്കെന്തോ എൻ്റെ ഫ്രണ്ടിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ട ടൈമിലാണ് ഈ ഒരു സ്ഥലം ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെയാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങോട്ട് വരണത്. ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വന്ന് കുറച്ച് സമയം സമാധാനമായിട്ട് സംസാരിച്ചിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വന്ന് സമാധാനമായിട്ട് പാട്ട് കേട്ടിരിക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക. കാരണം ഇവിടെ അധികം ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം പീസ്ഫുള്ളാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടാനായിട്ട് അത്യാവശ്യം നല്ല നല്ല ഫ്രെയിംസ് അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. കാരണം ഇവിടുത്തെ ഫ്രെയിംസൊക്കെ അത്യാവശ്യം നൈസാണ്. നമ്മൾ ഇനി ലെഫ്റ്റിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നടന്ന് കഴിയുമ്പം ഇങ്ങനെ ഒരു പാറയുടെ മുകളിലെത്തും. ഇതിപ്പോൾ അത്യാവശ്യം വേനൽ ടൈം ആയിട്ടാണ് ഇവിടെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. മഴ ടൈമിലാണ് നമ്മൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ കാണും. മഴ ടൈമിൽ ഈ ഒരു പാറയുടെയൊക്കെ മുകളിൽ കൂടെ കവർ ചെയ്തായിരിക്കും വെള്ളം വരിക. അപ്പം നന്നായിട്ടുള്ള ഒഴുക്ക് കാണും. അതിനകത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിക്കുള്ള ഇഞ്ചുറി പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേ ബി ഡെത്ത് വരെ സംഭവിക്കാം. ഇപ്പോഴാണെങ്കിൽ പോലും ഈ ഒരു വെള്ളത്തിലൊന്നും ഇറങ്ങാനായിട്ട് ഞാൻ പറയത്തില്ല. കാരണം ഈ ഒരു വെള്ളത്തിനൊക്കെ എത്രത്തോളം ആഴമുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ നീന്തലക്കാരനോട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പറ്റിയതാണ്, പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. ഒരിക്കലും നമ്മളെ ലൈഫ് ഒരു മൊമെൻറ്റിലെ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് റിസ്ക് ചെയ്യാതിരിക്കുക. പിന്നെ ഇവിടെ അത്യാവശ്യം ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്രെയിംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഉരുളൻ കല്ലുകൾ കിടപ്പുണ്ട്. ഇടയ്ക്കെപ്പോഴും അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് ആഗ്രഹമാണ് ഇതുപോലെ കല്ല് ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കിയിട്ട് അതൊരു വീഡിയോ എടുക്കുക എന്നുള്ളത്. എന്തോ ഈ ഒരു കല്ലൊക്കെ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച ടൈമിൽ കുഞ്ഞിലെ സ്കൂളിൽ 70s കളിച്ചതൊക്കെ ഓർമ്മ പറഞ്ഞുകൊണ്ട് എന്തോ ഇടയ്ക്കെപ്പോഴും അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് ആഗ്രഹം വരുന്നത് അതങ്ങ് സാധിച്ചപ്പോൾ ഒരു കുഞ്ഞ് ഹാപ്പിനെസ് ഫീൽ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാറകളും പിന്നെ ഇതായി ഒരു കുഞ്ഞ് കാട് ആംബിയൻസും ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുഞ്ഞു വഴിയാണ്. 2 സൈഡിലും കുഞ്ഞു മഞ്ഞപ്പൂക്കളും നടുക്കൂടെ ഒരു കുഞ്ഞു വഴിയും. അത്യാവശ്യം ഏസ്തറ്റിക്കാണ് ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ഈ ഒരു പാറയുടെ മുകളിലെത്തും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഓവറോൾ വ്യൂ കാണാൻ പറ്റും. ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തോട്ട് വരണം, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഒന്ന് സംസാരിച്ചിരിക്കണം, അല്ലെങ്കിൽ വന്നിട്ട് കുറച്ച് നേരം പാട്ട് കേൾക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹം തോന്നി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക. സോ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.